ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സ്പെഷ്യലാണ്, ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പോൾ ഒരു ഗേൾ ഗെയിമർ ഉണ്ട്, ഇപ്പോൾ അടിച്ച് കയറി വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫ്രണ്ട്ലി കളിക്കാൻ പോവാണ്. പക്ഷേ ഫ്രണ്ട്ലി ഒരു വ്യത്യസ്തമായ ഒരു ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം നമ്മൾ ഓള് ലിവർപൂളും നമ്മൾ ബാർസലോണയാണ് എടുത്തിട്ടുള്ളത്. ഒതൻറ്റിക് മാച്ചാണ്. കാരണം മറ്റേത് കളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ 6-1 ഞാൻ ജയിച്ചു. അപ്പോൾ പിന്നെ ഫെയർ പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മളിതാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്കോഡ് ഇതാണ് ഗൈസ്. ഇപ്പം 4-4 ആണ് സ്കോഡ്. പുള്ളിക്കാരി എന്താണ് 4-3-3 ആണെന്ന് തോന്നുന്നു. ഹിയർ വി ഗോ, മാച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിങ്ങനെ ഒതൻറ്റിക് ടീം എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഫെയർ പ്ലേ എന്നുള്ള രീതിയിലാണിടാ. പുള്ളിക്കാരി കളിക്കുന്നുണ്ട്, പക്ഷേ ഡിഫെൻസൊന്നും അത്ര ഗോളാന്ന് ഞാൻ വിചാരിച്ച്. ഡിഫെൻസൊന്നും അത്ര പക്കയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെറുതെ നമ്മൾ ടീമിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. നമുക്ക് എന്നാലും നോക്കാം ഗൈസ്. ജമാൽ ടേൺ ചെയ്യാൻ പറ്റിയില്ല. കളിക്കും, അത്യാവശ്യം നല്ല കളിയാണ്. ജമാൽ വൺ ടച്ച് പാസ്, ഓക്കെ. ടോറസ്, ലെവൻഡോസ്കി, പാസ് റാഫീനിയ. ഇറ്റ്സ് റാഫീനിയ ഗൈസ്. നമുക്ക് നമ്മളെ ലിവർപൂളിൻ്റെ അടുത്തൊരു പകയും കൂടി ഉണ്ട്, അതും കൂടി തീർക്കണം. ബയേൺ കഴിഞ്ഞു, റയൽ കഴിഞ്ഞു, ഇനിയുള്ളത് ലിവർപൂൾ PSG ആണ് ഗൈസ്. റിയൽ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. ലെറ്റ്സ് ഗോ 1-0. കുറേ ഗോളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ഒതൻറ്റിക് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പണിയും ആയിരിക്കും. രണ്ടാളും സെയിം പവർ പോലെ ഉണ്ടാവും. അപ്പം അതിൽ ജയിക്കാൻ കുറച്ച് പണിയാണ്. നമുക്ക് നോക്കാം. ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ക്രോസ് ആണോ ഷോർട്ടാണോ മനസ്സിലായില്ല. വെരി ഗുഡ്, ലോങ് റേഞ്ചറാ ഇടാ. ടെസ്റ്റ് ഔട്ട് ഓഫ് ബാലൻസിൽ, പക്ഷേ ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലിടാം ഗൈസ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, എനിക്കറിയാലോ. പോയി ഫോളോ ചെയ്തോ ഗൈസ്. ജമാൽ, നൈസ് വൺ. ടോറസ്, ഫെറാൻ ടോറസ് ഒരുമാതിരി. യോടോ എന്താത്. കൊണ്ടേ, നൈസ് വൺ. ജമാൽ, നൈസ്. ടോറസ്, ലെവൻഡോസ്കി. ഇപ്പുറത്ത് ഫ്രീ ആയിരിക്കും. യെസ്, റാഫീനിയ. ലെറ്റ്സ് ഗോ ബോയ്സ്. റാഫീനിയ വിത്ത് ലോങ് റേഞ്ചർ. പുള്ളിക്കാരി നല്ല ലോങ് റേഞ്ചർ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഓവറാക്കിയതായിരുന്നു, പക്ഷേ ഗോൾ ചെയ്തില്ലടാ. എന്താ ലാഗ്. ഗ്യാവി ടു ടോറസ്, നൈസ് വൺ. ടോറസ്. എടാ എനിക്ക് തോന്നുന്നു ബാർസയിൽ ശരിക്കും റിയൽ ലൈഫ് കളിയിലും എന്താ പ്രൊഫസർ അലിസൺ. ആരാണ്? ഗാവിയായിരുന്നു. വെറുതെ വേണ്ടാത്ത പാസ്സാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഡാർവിൻ ന്യൂനസ്. കളി ഒരു പവറില്ലാത്ത പോലെ ഉണ്ട്. നോക്കാം. കാര്യം ഒരു നമ്മളെ സാധാരണ നോർമൽ ടീം എടുത്ത് കളിച്ചപ്പോൾ ഒരു ഗോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പുറത്തുനിന്ന് അടിച്ച് പൊള്ളിച്ച് കയറ്റുമായിരുന്നു. അതിൻ്റെ പവറിൽ അടിച്ചാൽ, പക്ഷേ സ്വന്തം ടീം അല്ലാത്തതുകൊണ്ട് തന്നെ ഗോൾ കയറിയില്ല. ഓക്കെ, നൈസ് വൺ. ഫെറാൻ ടോറസ്, ലെവൻഡോസ്കി വിത്ത് ലെവൻ ഗോൾസ്കി ഗൈസ്. ഇത് ശരിക്കും റിയൽ ലൈഫ് ബാർസ പോലെ തന്നെ ഉണ്ടല്ലോടാ. റാഫീനിയ, ലെവൻഡോസ്കി ഒക്കെ കിടിലം ഗോൾ അടിക്കുന്നു. റാഫീനിയൻ്റെ ഗോൾ കാണുമ്പോൾ ശരിക്കും അതേപോലെ തോന്നി. ലെവൻഡോസ്കിൻ്റെ ലോങ് റേഞ്ച് ഫിനിഷിങ് എല്ലാം പൊളിയാണ് ഗൈസ്. ഫെറാൻ ടോറസ്. ഇത് മാത്രമാണ് മണ്ടംകളി ഇപ്പോൾ ടീമിൽ കളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫുട്ബോളിലും ഉണ്ട്. ശരിക്കും റിയൽ ലൈഫ് ഗെയിം. കിയേസ അങ്ങനെ ഗോൾ ഗൈസ്. അത് പൊളിച്ച് വേണ്ടാത്ത പരിപാടിയായിരുന്നു. ഞാൻ ഓവർ പ്രസ് ചെയ്തിട്ടാണ് അത് പോയത്. ഹിയർ വി ഗോ. അപ്പം 2-1 ആക്കിൻ്റെ ഗൈസ്. കംബാക്ക് അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. നമ്മളത്ര വലിയ പവറായിട്ടൊന്നും കാണുന്നില്ല. പൊട്ടാനാകുമ്പോൾ നമുക്ക് കുറച്ച് പവർ കൊടുക്കാം ഗൈസ്. അതുവരെ നമുക്ക് നോർമലായിട്ട് കളിച്ചാൽ മതി, സീനാവുമല്ലോ. കൊണ്ടേ ലെവൻഡോസ്കി. ഓക്കെ, ഡിയോങ്. പാസ് ടു ലമീൻ യമാൽ. ലോങ് ബോൾസ്. ലമീൻ വൺ ടച്ച് പൊളി. എടാ അടി. എന്ത് മണ്ടന്മാരുടെ. ഡാർവിൻ. ഓക്കെ, എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. 2-1 ലീഡിലാണുള്ളത്. നമ്മൾ 4 ഷോട്ട് എടുത്തു, 3 ടാർഗറ്റ്. പുള്ളിക്കാരി സെയിം തന്നെ ഏകദേശം. രണ്ടാക്കും ഓരോരോ സേവ് വെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡിയോങ്.
കേസാ ബ്ലിറ്റ്സ് പോലെയാണല്ലോ ഇവള് യൂസ് ചെയ്യുന്ന ഇവനാണ്. ഒരു ഗോളൂടെ അടിച്ച് സേഫ് ആക്കണം ഗൈസ്. നോക്കാം, അല്ലെങ്കിൽ ചിലപ്പം കംബാക്ക് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാവരും ഡൗൺ ആയ പോലെ നമ്മൾ പ്ലേയേഴ്സ് ഓടുന്നൊന്നുമില്ല ആരെയായിരിക്കും. ലെവൻഡോസ്കി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒരുമാതിരി എനർജിയൊക്കെ ഡൗൺ ആയി ഓടുന്നൊന്നുമില്ല. നൈസ് വൺ ഫെറാൻ. ഓക്കെ ലെവൻഡോസ്കി. ഞാൻ ലോങ് റേഞ്ചർ നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എടാ വൃത്തിയട്ട ഡിഫെൻഡിങ്ങും ആയി വരുന്നുണ്ട്. ബൾട്ട് എടുക്കടാ. അലക്സാണ്ടർ അർണോൾഡ്, ഡാർവിൻ ന്യൂനസ്. നൈസ് വൺ. പക്ഷെ പോയി. ഏയ് എന്ത് തേങ്ങ. അയ്യോ സീനായല്ലോ ഗൈസ്. കേസാ ലെവൻഡോസ്കി. അല്ല ആരായിരുന്നു ലെവൻഡോസ്കി എന്ന് പറയുന്നത്? ആരായിരുന്നു, ഞാൻ മറന്നു. ഉടോ ഇത് പിന്നെ ലോങ് റേഞ്ചർ ഓണറല്ലേ? എൻ്റെ പൊന്നി, ഇത് എത്രാമത്തെ ലോങ് റേഞ്ചർ അറിയോ? ടാസ്ക് ആയല്ലോ. ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് 89 ഗോൾ അടിച്ചിട്ട് ഡ്രോ ആവും കളി. ചെറിയ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, കാരണം ആരും ഓടുന്നില്ല. അവസ്ഥയാണ്. നോക്കാം. ആൻഡ്രൂ റോബർട്ട്സൺ. എടാ ഒന്നാമത് ഞാൻ അവിടെ ഒരുത്തനെ കൊണ്ടുവിട്ടു. ഇവനോട് ഞാൻ എത്ര നേരം മുമ്പേ പാസ് ബട്ടൺ ഞെക്കുന്ന അറിയാം. എനിക്കിപ്പോൾ ഭയങ്കര ഡിലേ ഒക്കെ ഫീൽ ചെയ്യുന്നടാ. കുഴപ്പമില്ല, നല്ല ഗോളായിരുന്നു. കിട്ടില്ല ഫിനിഷിങ് ആയിരുന്നേ. ഞാൻ വിചാരിച്ചില്ല അങ്ങോട്ടേക്ക് അടിക്കുന്നു. പക്ഷെ ഞാൻ എന്നാലും അവിടെ ഒരു പ്ലെയറിനെ കൊണ്ട് ഇട്ടതാണ്. പക്ഷെ മൈൻഡ് ആക്കിയില്ല പന്നി. എടാ കംബാക്ക് അടിക്കുമോ? 2-0 ഉണ്ടായതാ 2-1 ആക്കി. അല്ല 2-2 ആക്കി. നൈസ് വൺ. എടാ ഗാവി 70 എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിപ്പം ചെയ്യണം. ഏയ് ഫൗൾ. ഇതിനെ ഞാൻ മാറ്റാനും മുട്ടുമല്ലോ. കമോൺ ബാൾഡേ. പൊളി. എടാ ആ കിട്ടി. എടാ എന്തെല്ലോ ആയടാ അവിടെ. ടോറസ്. നൈസ് വൺ. ലെവൻഡോസ്കി. എടാ ലെവൻഡോസ്കി എവിടത്തേക്കടാ? ലെവൻഡോസ്കി അല്ല, ആരായിരുന്നത്? മറന്നും പോയി. ആരെയും ഇറക്കിയ ഫെറാൻ ടോറസ്. തേങ്ങ, ഓനെ കൊണ്ടൊരു കാര്യമില്ലല്ലോടാ. ഉള്ളിലും കയറുന്നില്ല. റഫീനിയ. കമോൺ മാൻ. 84 അപ്പം മിക്കവാറും ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്ട്രാ ടൈം വെച്ചിനോന്ന് അറിയില്ല. പുള്ളിക്കാരിയാണ് മാച്ച് തുടങ്ങിയത്. സലാ. ഗാക്പോ. കിയസ. ഇത് ലാസ്റ്റ് മിനിറ്റിലേറെ അറ്റാക്കിംഗ് ആണ്. നമ്മളൊരു അറ്റാക്ക് പോലും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പൊട്ടൻ കളിയാണ് കളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? യെസ് എൻ്റെ പൊന്നടാ, ടാക്ടിക്കൽ ഫൗളൊക്കെ ചെയ്തറാ. ഇവള് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കളിക്കുന്ന കേട്ടാ. ഞാൻ വെറുതെ തമാശയാക്കുമ്പോൾ നമുക്കിത് ഗോൾ അടിക്കണം ഗൈസ്. ആരാണ്? റഫീനിയ. 24. അയ്യോ ആരുമില്ല ഭാഗത്തും. പുറത്തറാ. എൻ്റെ പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. അടിപൊളി കേളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അയ്യവ ഗോളാസ് ഗൈസിൻ്റെ ലാസ്റ്റ് മിനിറ്റ്. യെസ് 91 മിനിറ്റിൽ നമ്മൾ ഗോൾ അടിച്ച്. കറക്റ്റ് 91. അല്ല അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ സീരിയസ് ആണ്. എല്ലാം ഇല്ല. ബാർസ അപ്പം ഒരു കംബാക്ക് അടിച്ചിട്ടുണ്ട്. അല്ല കംബാക്ക് അല്ല, ലിവർപൂളിനെതിരെ നമ്മളൊരു റിവെഞ്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. റിയൽ ലൈഫിൽ ഇതുവരെ ലിവർപൂളിന് കിട്ടിയില്ല, പക്ഷെ നമ്മൾ ഗെയിമിലെടുത്തു ഗൈസ്. അത്രേ ഉള്ളൂ. കളി അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ആവേശമാക്കി തന്നു.
പിന്നെ എല്ലാ കളി ജയിക്കും ഗൈസ്, ഇത് ജയിക്കൂലേ? എടോ മാക്കലിസ്റ്റർ പുള്ളിക്കാരി ഇത് എടുത്തപ്പോൾ സീൻ കളിയായിരുന്നല്ലോ. ലിവർപൂൾ ഫാൻ എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എടുത്തതെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ബാർസ എടുക്കാം. അപ്പോൾ നമ്മൾ പൊളിച്ച് ഗൈസ്. ലാസ്റ്റ് മിനിറ്റിൽ ഒരു കിടിലം ഫ്രീ കിക്ക് ഗോൾ അടിച്ച് ലെവൽ. യെസ്, അപ്പം ഒതൻറ്റിക് ടീം എടുത്തിട്ട് നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേത് കളിക്കുന്നതിനെക്കാട്ടി കിട്ടിലും പോലെ കളിച്ചു പുള്ളിക്കാരി. അവൾ ആരെങ്കിലും ആവട്ടെ. നമ്മളെ മാൻ ഓഫ് ദ മാച്ച് യെസ് ഗൈസ് റാഫീനിയ. വിന്നിംഗ് ഗോളും ഫസ്റ്റ് ഗോളും റാഫീനിയൻ്റെ ആണ്. ലെവൻഡോസ്കി സെക്കൻഡ് ഉണ്ട് സെയിം റേറ്റിംഗിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ.